പിന്നെ നമ്മുടെ മാതൃത്വമാണ് കാണിക്കുന്നത്. നമ്മളുടെ അമ്മമാരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. എടുത്തു പറയാനുള്ള ഉർവശി മാഡത്തിൻ്റെ പെർഫോമൻസാണ്. പുള്ളിക്കാരത്തി തകർത്തുണ്ട്. കോമഡി, സെൻറ്റിമെൻറ്റ്സ്, മാനസികരോഗം എല്ലാം നൽകിയിട്ടുണ്ട്. പുള്ളിക്കാരത്തിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. വേൾഡ് ക്ലാസ് ആക്ടിങ് ആണ്. എല്ലാം കൊണ്ടും വളരെ ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. മലയാളത്തിൽ ഇങ്ങനെ സിനിമ ഉണ്ടായിട്ട് പറഞ്ഞ നാളെ ഇത് തമിഴിലാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ഇമോഷൻ, കാരണം എൻ്റെ മദറിനെ കുറിച്ച് ഞാൻ ഓർത്തത് വളരെ നമ്മുടെ മദറൂട്ടായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഫിലിം. നടന്ന സംഭവമാണ്, ഫിക്ഷനല്ല. കരയിപ്പിച്ചു ശരിക്കും. ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു. നല്ല ഭയങ്കര ഫീലിംഗ്. ഉർവശി ചേച്ചി പൊളിച്ചടുക്കി. ശരി, ഒരു വുമൺഹുഡിൻ്റെ വലിയൊരു പ്രസൻറ്റിങ് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു സിനിമ വരുന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളം സ്നേഹിക്കുന്ന ഉർവശി എന്നൊരു പ്രധാന കഥാപാത്രം തന്നെയാണ് അതിൽ നമ്മളെ കൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളുടെ വലിയൊരു പവറിനെ കുറിച്ച് പറയുന്നൊരു സിനിമ കൂടിയാണ് ജെ ബേബി എന്ന സിനിമ. സെൻറ്റിമെൻ്റൽ എന്ന് പറയാൻ പറ്റില്ല. ക്രാഫ്റ്റ് വൈസിനേക്ക് അപ്പുറം അതിലൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്, ടച്ചിങ് ഉണ്ട്. ആടല്ലേ സെൻറ്റിമെൻറ്റ്സ്. പിന്നെ തീർച്ചയായിട്ടും ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയൊരു പടം. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ട് വരുന്നൊക്കെ അതല്ലേ, അച്ഛനെയും അമ്മേനെയൊക്കെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് അവരെ അമ്പലങ്ങളിൽ ഉപേക്ഷിക്കുക, എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട്, ഇതൊക്കെ ഒരു വളരെ സങ്കടകരമായൊരു കാര്യമല്ലേ. ന്യൂസ് പേപ്പർ തുറന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ അത് തന്നെയല്ലേ. അപ്പം ഈ ഒരു പടം എല്ലാവരും ആസ് ഫാമിലി പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു ഹൃദ്യമായ ഒരു പടം. ജെ ബി ബി ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെറുതെ പറയല്ല, ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ആസ്വദിച്ച് കണ്ടു. ചേച്ചിയുടെ ഓരോ മൊമെൻറ്റ്സും ആസ്വദിച്ചു. ഒരുപാട് കരഞ്ഞു, ഒരുപാട് ചിരിച്ചു. കാരണം റിയൽ ലൈഫ് സ്റ്റോറിയാണെന്ന് ഇപ്പോൾ ലാസ്റ്റ് ഇതിൽ റിവീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയണത്. അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. അങ്ങനെയുള്ളൊരു ക്യാരക്ടറിനെ ചേച്ചി അതിഗംഭീരമാക്കിയിട്ട് അവരെ ഇനിയും എന്താ പറയുക എറ്റേണലാക്കി. അപ്പം ഈ ഒരു സിനിമ ഇങ്ങനെ വന്ന് കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ലൈഫ് എന്താണോ അത് തന്നെയാണ് സിനിമ. കാരണം ലൈഫിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന എല്ലാ തരം സ്ട്രഗിൾസും വിഷമങ്ങളും ഹെൽപ്ലെസ്നെസ്സും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നന്നായി പോർട്രേ ചെയ്തിട്ടുണ്ട് മൂവി. തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് നമ്മളറിയാതെ ഇരുന്ന് നമ്മളിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇൻജെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് കുറേ എന്താ പറയുക കുറച്ചിരുന്ന് ആലോചിക്കാനും, ലൈഫ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ, നമ്മൾ ഈഗോ അല്ല നമ്മുടെ ലൈഫിൽ പ്രധാനം, മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണാം. ഇതൊരു പ്രൊമോഷണൽ ഇതല്ല, സിൻസിയറായിട്ട് പറയാം. ഗംഭീര പെർഫോമൻസാണ്. അത് നമുക്ക് ഉർവശി ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ സിനിമ ധൈര്യമായിട്ട് എല്ലാവർക്കും പോയി കാണാം. ഗംഭീര ആക്ടേഴ്സാണ്. കാണുമല്ലേ? കരഞ്ഞൊന്നുമില്ല, പക്ഷേ ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്, എല്ലാവരും കാണണം. നമുക്ക് ലോജിക്കും റീസണും ഒന്നും നോക്കണ്ട, ഇത് പോസിബിളാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് ഇത് എഡ്യൂക്കേറ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവും കൂടിയാണ്. അതിൻ്റെ കൂടെ ഇമോഷനും കൂടി വരുമ്പം സമൂഹത്തിലെത്താൻ എളുപ്പമായി. ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവുന്ന ഡിമെൻഷ്യ, പാരനോയ, അവർക്കുണ്ടാവുന്ന സിനായിലാവുമ്പോൾ ഉണ്ടാവുന്ന ഇത്, കുട്ടികളും അമ്മയും തമ്മിലുള്ളത്, അത് എത്ര ഭംഗിയായിട്ട് ഇമോഷണൽ അതിൽ മിക്സ് ചെയ്തിട്ട് പറഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അത് ഉർവശിയെപ്പോലെ ഒരു ആക്ടർ അതിൽ മുൻപിൽ വരുമ്പോൾ അത് സമൂഹത്തിലേക്ക് എത്താൻ എളുപ്പമാവും. അങ്ങനെയുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ആക്ടേഴ്സ് ഷുഡ് ഡു. കാര്യങ്ങൾ സമൂഹത്തിലെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളത്. ആൻഡ് ആക്ടിങ്ങും സ്റ്റോറി ടെല്ലിങ്ങും അല്ലെങ്കിൽ എന്താണ് എവറിഥിങ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ മൂവി. ദർ ആർ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. ഭയങ്കര അൺപ്രഡിക്റ്റബിളായിട്ട് നമ്മൾ പടം കണ്ട അകത്ത് കയറുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കില്ല ലൈക്ക് ഇത്രയും പെർഫോം ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഒരിക്കലും ഉർവശി മാം ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.